ായിരുന്നു ഓലിയില് അങ്ങനെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ പ്രസവിച്ച. പക്ഷെ എന്റെ അമ്മ പ്രസവം കഴിഞ്ഞ് കൊണ്ടുവരുന്നത് ഭാരതിയമ്മ. എന്റെ അച്ഛൻ ശ്രീ ജയന്റെ അമ്മ ഭാരതിയമ്മയാണ് എന്റെ അമ്മയുടെ പ്രസവം എന്ന് പറഞ്ഞാൽ 2 വയസ്സ് വരെ ഞാൻ ആ വീട്ടിൽ വളർന്നതാണ്. അപ്പൊ ജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മകൻ വേറെ ഏതെങ്കിലും ഒരു കോലത്തിൽ വന്നിരുന്ന് പറഞ്ഞാൽ അതിൽ എന്റെ അമ്മയുടെ ലുക്ക് ആയിരുന്നെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാനിപ്പോ ശാരീരികമായ വിഷയം എന്ന് പറയുന്നത് 2 അവസ്ഥയുണ്ട്. ഒന്ന്, എന്റെ അച്ഛന് വയസ്സ് 41 ഉള്ളൂ. ആ 41ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. നല്ല യൗവനമാണ്. എനിക്കിപ്പം വയസ്സ് 55ആയി. അപ്പൊ 14 വയസ്സിന്റെ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട്. 2 അച്ഛനെന്ന് പറഞ്ഞ വ്യക്തി ഒരു നേവി ഉദ്യോഗസ്ഥൻ, നല്ല യൗവനം നിൽക്കുന്ന സമയത്ത് മലയാള സിനിമയിൽ വന്ന് എല്ലാ സിനിമയും വിജയിക്കണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഒറ്റ സിനിമ പോലും പരാജയപ്പെട്ടില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ലെവലും എന്റെ ലെവലും തമ്മിൽ വ്യത്യാസം. ഞാൻ കൂലിപ്പണി വിജയിക്കുന്നതാണ്. ഞാൻ ഇലക്ട്രിക്കൽ പണി, പ്ലംബിംഗ് പണി. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അമ്മ വിശ്വകർമ്മ സമുദായക്കാരി ആയതുകൊണ്ട് അമ്മ എന്നെ 3ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എന്നെ സൈക്കിൾ വർഷാപ്പിൽ കൊണ്ടു നിർത്തി. നമ്മ കുഞ്ഞുങ്ങളറിയില്ല. അത് കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വർഷങ്ങളോളം 10ാം ക്ലാസ് ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ ഞാൻ മൈക്കാട് പണി ചെയ്തവനാണ്. കൈവണ്ടിപ്പണി, മൈക്കാട് പണി, എല്ലാ പണിയും ചെയ്തവനാണ്. മണ്ണ് കൊണ്ട് പാറ കൊണ്ട്. ഞാനൊക്കെ ഇപ്പോഴും ഞാൻ ഇത് 85 വയസ്സിൽ ഞാൻ ഉരുക്കുപോലെ ഇന്ന് പണി ചെയ്യും. അപ്പൊ ആ ലെവലില് തെരുവിൽ കടന്ന് ആ ലെവലിൽ വേണം. അതാണ് എന്റെ ഈ ഒരു പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മാനസിക പ്രശ്നം. ഡിസംബർ മാസം, അടുത്ത മാസം, ഇപ്പൊ നവംബർ ഡിസംബർ എന്റെ എല്ലാ ബാധ്യതയും ഒരുവിധം കഴിയും. മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, മോന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു, മോടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫ്രീ. അതൊക്കെ ജോലിയാകുമ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ആയി. ഇപ്പൊ ലുക്ക് മാറും. അതിന്റെ മാറ്റമാണ് ഈ കാണുന്നതല്ല. നമ്മൾ മാറും.